ഗുഡ് മോർണിംഗ്. നമ്മളിപ്പോൾ പോവുകയാണ്, കുറേ നാളുകൾക്ക് ശേഷം ഒന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. എന്തിനാണെന്ന് വെച്ചാൽ വാക്സിനേഷനാണ്. വാക്സിനേഷൻ ഒന്ന് ഹോസ്പിറ്റലിലേക്കോ ഷെഡ്യൂൾഡ് സെൻറ്റേഴ്സിലേക്കോ അല്ല. ഇന്ന് ഞങ്ങളുടെ ഷോറൂമാണ്, MG ഷോറൂമാണ് വാക്സിനേഷൻ സെൻ്ററായിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ സ്ഥാപനം EVM ഗ്രൂപ്പ്, EVM ഫാമിലി എല്ലാ സ്റ്റാഫിനെയും പ്രൊട്ടക്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള അവരുടെ ഒരു സ്നേഹത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാ സ്റ്റാഫിനും വാക്സിനേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് MG ഷോറൂമിൽ ഇന്നാണ്, കഴിഞ്ഞ ദിവസങ്ങളിൽ മറ്റുള്ള ഷോറൂമുകളിലൊക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള വാക്സിനേഷൻ എടുക്കാൻ വേണ്ടി പോവുകയാണ്. എന്തായാലും അവിടെ ചെന്നിട്ടുള്ള കാഴ്ചകൾ നിങ്ങളെ കാണിച്ചു തരാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് എറണാകുളത്തെ MG ഷോറൂമിലാണ്. മുട്ടം മെട്രിയാടിൻ്റെ അവിടെയുള്ള MG ഷോറൂമിലാണ്. ഇന്നിവിടെ കോവിഡ് വാക്സിനേഷൻ സെൻ്ററായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതായത് EVM ഗ്രൂപ്പിൻ്റെ കീഴിൽ വരുന്ന എല്ലാ സ്ഥാപനങ്ങളിലും നമ്മൾ വാക്സിനേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ EVM ഫാമിലി വാക്സിനേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ അതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു വാക്സിനേഷനാണ് ഇവിടെ ഇന്ന് നടക്കുന്നത്. അതിൻ്റെ കാഴ്ചകളാണ് നമ്മൾ ഇന്ന് കാണുന്നത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് നമ്മുടെ പോസ്റ്റ് വാക്സിനേഷൻ ഏരിയയിലാണ്. പോസ്റ്റ് വാക്സിനേഷൻ ഏരിയ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പുറകുവശത്ത് കാണുന്ന വെയിറ്റിംഗ് ഏരിയ കണ്ടില്ലേ. ഇവിടെയാണ് നമ്മൾ വാക്സിനേഷൻ കഴിഞ്ഞതിന് ശേഷം ഇരിക്കേണ്ട സ്ഥലം. ഇവിടെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ വാക്സിനേഷൻ കഴിഞ്ഞതിന് ശേഷം പ്രൗഡ് ടു ബി വാക്സിനേറ്റഡ് ആണോ ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് ഫോട്ടോ എടുക്കാം. ഇത് ഹെൽത്ത് ഡെസ്ക് ഏരിയയാണ്. വാക്സിനേഷൻ റൂംസ്. അത് ജെൻസിനുള്ള വാക്സിനേഷൻ റൂം ഫോർ ലേഡീസ്. യെസ്, വലിയ സുഖല്ലേ എൽസ മാം? ഹായ്. വാക്സിനേഷൻ എടുക്കാൻ വന്നതാണ്.
വാക്സിനേഷൻ കഴിഞ്ഞിരിക്കുന്ന ആൾക്കാരാണ് എൻ്റെ പുറകിൽ. ഇവരൊക്കെ വാക്സിനേഷൻ എടുത്ത് അരമണിക്കൂർ ഒബ്സർവേഷന് ശേഷമാണ് പോകാനായിട്ട് പറ്റുള്ളൂ. അവരാണ് എൻ്റെ പുറകിലിരിക്കുന്നവരെല്ലാം. വാക്സിനേഷനിടയിലും കച്ചവടം ചർച്ച ചെയ്യുന്ന ആലപ്പുഴ ടീം. വാക്സിനേഷൻ കഴിഞ്ഞിരിക്കുന്ന ആൾക്കാരുണ്ടോ? ഇതാ എടുത്ത സ്ഥലത്ത് ഒരു വേദന അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ലല്ലോ. എനിക്ക് ഒത്തിരി താങ്ക്സ് ഉണ്ട്. ഈ ഒരു EVM ഫാമിലിയിൽ ജോയിൻ ചെയ്യാൻ പറ്റിയതിൽ ഒത്തിരി താങ്ക്സ് ഉണ്ട്. കാര്യം നമുക്ക് ഈ ഒരു സിറ്റുവേഷനിൽ വാക്സിനേറ്റഡ് ആവുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. എല്ലാവരും ഓൺലൈൻ രജിസ്റ്റർ ചെയ്തിട്ട് ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മുടെ EVM ഗ്രൂപ്പ് ചെയ്തത് ഏറ്റവും നല്ലൊരു കാര്യം തന്നെയാണ്. താങ്ക് യു സോ മച്ച്. I'm Shekhar Jaswant and I am the trainer here at MG Coaching. I'm so excited to have accepted the first dose of the COVID vaccine which was conducted as an initiative from our dealer Coastline Garages, and I've been trying to get the vaccine dose from many other government sites as well, but unfortunately couldn't get one. But now I'm having accepted the first dose of vaccination. I'm very excited and I'm proud that my dealer has given such an initiative in these testing times. So this improved the confidence on the dealer as well as on the company EVM. As an employee, I am so proud to be a part of this group. എനിക്ക് വാക്സിൻ എടുക്കാൻ പറ്റിയത് വളരെ സന്തോഷമുണ്ട്. വെച്ചാൽ നമ്മുടെ ഇന്ത്യൻ ഗ്രൂപ്പ് നമ്മുടെ എംപ്ലോയീസിന് വേണ്ടിയിട്ട് ഇത്രയും ചെയ്യുന്നതിന് തന്നെ വളരെ താങ്ക്സ് ടു അവർ എംപ്ലോയി. നമുക്ക് കിട്ടാനായിട്ട് ഒരുപാട് ടൈം എടുക്കുന്നുണ്ട്. ഒത്തിരി നന്ദി പറയുന്നു ഈ ഗ്രൂപ്പിന്. താങ്ക് യു ഫോർ വാല്യുബിൾ സപ്പോർട്ട്. I want to thank EVM and Coastline Garages for having the vaccination for all our employees, including sales and service. Thank you. What is your opinion? ഞാൻ വാക്സിനേഷൻ എടുത്തിട്ടുണ്ട്. ഞാൻ ഫാമിലിയുടെ അംഗമായിട്ട് വളരെ സന്തോഷമുണ്ട്. Are you excited? വാക്സിനേഷൻ എടുത്ത ആൾക്കാരെ 1-2 പേരുടെ അഭിപ്രായങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ട്. സോ എല്ലാവരും എക്സൈറ്റഡ് ആണ്. ഇങ്ങനെ ഒരു വലിയ ഒരു വാക്സിനേഷൻ ഡ്രൈവാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഒരുപാട് ആൾക്കാരുണ്ട്. ഏകദേശം കേരളത്തിൽ മാത്രം നമുക്ക് 4600ഓളം സ്റ്റാഫുണ്ട്. അവർക്ക് എല്ലാവർക്കും EVM ഫാമിലി വാക്സിനേഷൻ പ്രൊവൈഡ് ചെയ്യാണ്. കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ വാക്സിനേഷൻ ഡ്രൈവ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ആലുവ എറണാകുളത്തുള്ള മുട്ടം ഷോറൂമിൽ, ആലുവ MGയുടെ ഷോറൂമിൽ വെച്ചാണ് നടക്കുന്നത്. എല്ലാ സ്റ്റാഫും ഉണ്ട്. സോ ഓൾ ആർ എക്സൈറ്റഡ്. ഹായ്, എൻ്റെ പേര് പൂജ. ഞാൻ വർക്ക് ചെയ്യുന്നത് MGയുടെ സർവീസിലാണ്, സർവീസ് അഡ്വൈസറായിട്ട്. സോ ഇന്നത്തെ ദിവസം നമ്മളിവിടെ വാക്സിൻ എടുക്കാൻ വന്നിരിക്കുകയാണ്. ഫസ്റ്റ് ഡോസ് ഓഫ് വാക്സിൻ. ആക്ച്വലി ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ആർക്കും വാക്സിൻ കിട്ടാനില്ല. അപ്പോൾ നമ്മുടെ സ്റ്റാഫിൻ്റെ അതായത് EVM ബ്രാഞ്ചിലുള്ള എല്ലാ സ്റ്റാഫിനെയും കൺസിഡർ ചെയ്തിട്ട് ഒരു വാക്സിനേഷൻ ക്യാമ്പയിൻ കണ്ടക്ട് ചെയ്ത സാബു സാറിനും ജിമ്മി സാറിനും ജോണി സാറിനും എല്ലാവർക്കും, നമ്മുടെ ഈ ബ്രാഞ്ചിലുള്ള എല്ലാ ഹെഡ്സിനും ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ താങ്ക്സ്. പിന്നെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഇന്നത്തെ ദിവസം. കാരണം ഞാൻ വാക്സിൻ എടുക്കാൻ പോകുന്നത് ഒരുപാട് പേര് ചോദിച്ചു, നിങ്ങൾക്ക് വാക്സിൻ കിട്ടുന്നുണ്ടോ? ഞങ്ങളൊക്കെ ബുക്ക് ചെയ്യാൻ നോക്കിയിട്ട് കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ. അപ്പോൾ അവരെല്ലാവരും പറഞ്ഞു നിങ്ങൾക്ക് ഈ ഒരു ടൈമിൽ കിട്ടുന്നുണ്ടല്ലോ വാക്സിൻ. അപ്പോൾ ആക്ച്വലി അതിന് ഫസ്റ്റ് ഓഫ് ഓൾ EVMനോടാണ് താങ്ക്സ് പറയുന്നത്. താങ്ക്സ് ടു സാബു സർ. പിന്നെ ഈ ഒരു ക്യാമ്പയിനോട് എല്ലാവരും നല്ല രീതിയിൽ തന്നെ ജോയിൻ ചെയ്തു. നല്ല രീതിയിൽ തന്നെ എല്ലാവരും ഗ്യാതറിംഗ് ഒന്നും ഇല്ലാതെ
വാക്സിൻ എടുത്ത് കറക്റ്റ് ടൈമിൽ തന്നെ പോയി. ഹായ്, എൻ്റെ പേര് ആൻ മേരി വർഗീസ്. ഞാൻ ഫസ്റ്റ് ലൈൻ ഗ്രൂപ്പിലെ HR ആണ്. EVM ഇന്ന് എംപ്ലോയീസിനായിട്ട് നടത്തിയ വാക്സിനേഷൻ ഡ്രൈവിൽ ഞാനൊരു ഭാഗമായിരുന്നു. I'm so excited and I'm so grateful to Sabu sir and Jimmy sir, MD sir of our group. ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി എംപ്ലോയീസിന് കൊടുത്തതിന് very thankful to them and I'm very excited and happy to be part of EVM group. നമസ്കാരം സാർ. യെസ്. ഓക്കെ സാർ, ഇപ്പോൾ ഒരു മാസമായിട്ടുള്ളൊരു വാക്സിനേഷൻ ക്യാമ്പയിൻ നടക്കുകയാണ് EVM ഗ്രൂപ്പിൽ മൊത്തത്തിൽ. എന്താണ് സാർ, എത്ര പേര് ഇപ്പോൾ ഇതിൽ വാക്സിനേറ്റഡ് ആവുന്നുണ്ട്? ഇതിൽ 1000 സ്ലോട്ട്സ് ആണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. സുചീന്ദ്ര മെഡിക്കൽ മിഷനായിട്ട് സഹകരിച്ച് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് വെറും 1000 സ്ലോട്ട്സ് മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പോൾ അതിൽ എന്നെ സംബന്ധിച്ച് കേരളത്തിലുടനീളം ഏകദേശം 4700ഓളം സ്റ്റാഫുണ്ട്. അപ്പോൾ എല്ലാവരെയും ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് വാക്സിനേറ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് കൊച്ചി എന്ന് പറയുമ്പോൾ കൊച്ചി, തൃശ്ശൂർ, കോട്ടയം, എറണാകുളം, ആലപ്പി ഇങ്ങനെയുള്ള 4 ഡിസ്ട്രിക്ട്സിലെ മാക്സിമം സ്റ്റാഫിനെ ഇവിടെ വന്ന് ചെയ്യാനായിട്ടാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അതിൻ്റെ പേരിൽ ഇപ്പോൾ ഈ 1000 സ്ലോട്ട്സ് ഈ 4 ഡിസ്ട്രിക്ട്സിനെ കേന്ദ്രീകരിച്ചാണ് നടക്കുന്നത്. 3 ദിവസമായിട്ടാണ് ഇത് നടന്നത്, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ മെയിൻ മിഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ വാക്സിനേഷൻ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടുള്ളൊരു സമയമാണ്. പലർക്കും ഗവൺമെൻറ് സ്ലോട്ട്സ് അവൈലബിൾ അല്ല. അപ്പോൾ ഈ ഒരു വാക്സിനേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് സ്റ്റാഫിന് കോൺഫിഡൻസ് കിട്ടുമോ, അല്ലെങ്കിൽ നമുക്ക് ഈ കോവിഡ് മഹാമാരിയെ ചെറുക്കാൻ പറ്റുള്ളൂ. ഇതൊരു വാക്സിനേഷൻ ഒരു എനിക്കറിയാം ഒരു ഫുൾ സൊല്യൂഷൻ അല്ല, എങ്കിലും ഇതിനെ ഫൈറ്റ് ചെയ്യാനായിട്ട് കിട്ടുന്ന ഒരു ഫൈറ്റ് ചെയ്യണമെങ്കിൽ വാക്സിനേഷൻ വേണം, അതൊരു 2 ഡോസ് വേണം. അപ്പോൾ എന്നെ സംബന്ധിച്ച് എൻ്റെ സ്റ്റാഫിന് എൻ്റെ കൂടെ തന്നെ എന്നെ ഇത്രയും ലെവലിലാക്കിയത് ഈ സ്റ്റാഫ് തന്നെയാണ്. ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്. അപ്പോൾ സ്റ്റാഫിന് മാക്സിമം വാക്സിനേഷൻ കൊടുക്കുക, അപ്പോൾ അതനുസരിച്ച് സ്റ്റാഫിൻ്റെ കോൺഫിഡൻസ് കൂട്ടുക. ഈ ഒരു ലക്ഷ്യവും കൊണ്ടാണ് ഞാൻ ഈ വാക്സിനേഷൻ്റെ ഒരു ചലഞ്ച് അല്ലെങ്കിൽ വാക്സിനേഷൻ്റെ ഒരു ഫെസിലിറ്റീസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ സാർ, ഇപ്പോൾ ഇങ്ങനെ ഒരു മാസ് ക്യാമ്പയിൻ സംഘടിപ്പിക്കുമ്പോൾ ഇപ്പോൾ ഞാൻ സാർ ഒരുപാട് സ്റ്റാഫുകളായിട്ട് എനിക്കും പറയാം, ഞാനും വാക്സിനേറ്റഡ് ആണ്. ആസ് എ പാർട്ട് ഓഫ് ഞാനും EVM ഗ്രൂപ്പിൻ്റെ ഒരു ഭാഗമാണ്. സോ സ്റ്റാഫ്, ഞാൻ ഒരുപാട് സ്റ്റാഫായിട്ടൊക്കെ സംസാരിച്ചു. ചില ആളുകൾ നമ്മളോട് സംസാരിച്ചു. അപ്പോൾ അവരെല്ലാം ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ഇങ്ങനൊരു എക്സൈറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് സ്റ്റാഫിന് കൊടുക്കുന്നത് വലിയൊരു ഇതുള്ള കാര്യമാണ്. അപ്പോൾ സാർ ഇപ്പോൾ ഇതെന്താണെങ്കിലും ഇപ്പോൾ 1000 സ്ലോട്ടാണ് സാറിന് കിട്ടിയെന്ന് പറഞ്ഞു. സാർ എല്ലാ സ്റ്റാഫിനെയും ഇതിലേക്ക് ഇനി ഫ്യൂച്ചറിൽ നമുക്ക് കൂടുതൽ കിട്ടുന്ന എല്ലാവരെയും, എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്, ടോട്ടൽ സ്റ്റാഫിനെയും ഇൻക്ലൂഡ് ചെയ്യാൻ സാർ ഉദ്ദേശിക്കുന്നുണ്ടോ, EVM ഗ്രൂപ്പ് ഉദ്ദേശിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും എനിക്ക് അങ്ങനെ സ്റ്റാഫിൽ പക്ഷപാതം കാണിക്കാൻ പറ്റില്ല. എല്ലാവരും എന്നെ സംബന്ധിച്ച് ഈക്വലി പെർഫോമേഴ്സാണ്. അപ്പോൾ ഈ കോവിഡിൻ്റെ ഈ സിറ്റുവേഷനിൽ എല്ലാവരും ഒരു സ്ഥലത്ത് കൊണ്ടുപോയി വാക്സിനേഷൻ എന്ന് പറയുന്ന കോവിഡ് പ്രോട്ടോക്കോളുണ്ട്. അത് മാത്രമല്ല ഈ സോഷ്യൽ ഡിസ്റ്റൻസിങ് ഇങ്ങനെയുള്ള ലീഗൽ ഇമ്പാക്ട്സ് ഒക്കെ കുറേ അധികം കാര്യങ്ങളുണ്ട്. പിന്നെ ട്രാവൽ ചെയ്യാനുള്ള റെസ്ട്രിക്ഷൻ ബുദ്ധിമുട്ടുകളും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ആദ്യമേ ഇവിടെ തുടങ്ങി. ഇനിയിപ്പോൾ വാക്സിനേഷൻ കിട്ടുന്നതനുസരിച്ച് ട്രിവാൻഡ്രം ഒരു റീജിയനായിട്ട് അവിടെ ഏകദേശം വാക്സിൻ കിട്ടുന്നതനുസരിച്ചും സ്റ്റാഫിൻ്റെ സൗകര്യം അനുസരിച്ച് അവിടെ നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കാലിക്കറ്റ് ആസ് എ റീജിയൻ, അങ്ങനെ ഒരു 3 സ്റ്റേജായിട്ട് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് വാക്സിനേഷൻ്റെ അവൈലബിലിറ്റി അനുസരിച്ച്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ സ്റ്റാഫിനെയും വാക്സിനേറ്റ് ചെയ്യാൻ തന്നെയാണ് ലക്ഷ്യം. ഗവൺമെൻറ് ഓഫ് കോഴ്സ് ഗവൺമെൻറ്റിൻ്റെ പ്ലാനിൽ വരുന്നുണ്ട്. ചില സ്റ്റാഫുകൾ അവിടെയും വാക്സിനേറ്റഡ് ആവുന്നുണ്ട്. അവിടെ ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ അവിടുത്തെ എന്തെങ്കിലും ഡിലേ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മുടെ അവൈലബിലിറ്റി അനുസരിച്ച് ഞാനും വാക്സിനേഷനുള്ള ക്യാമ്പയിൻ തന്നെ കണ്ടിന്യൂ ചെയ്യും. ഇങ്ങനെ ഒരു സോഷ്യൽ ആയിട്ടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റോട് കൂടി ബിസിനസ് മാത്രമല്ല സ്റ്റാഫിൻ്റെ വെൽഫെയർ കൂടെ കാത്തു സൂക്ഷിക്കുന്നതിൽ സാറിന് ഒരുപാട് താങ്ക്സ് ഉണ്ട്. താങ്ക് യു സോ മച്ച് സാർ. താങ്ക് യു ഫോർ ദ ടൈം. താങ്ക് യു, ഡെഫിനറ്റ്ലി. ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത് കേരളത്തിലെ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയുടെ ഏറ്റവും ലീഡിങ് ഗ്രൂപ്പായിട്ടുള്ള EVM ഗ്രൂപ്പിൻ്റെ
മാനേജിംഗ് ഡയറക്ടറായിട്ടുള്ള സാബു ജോണി സാറാണ് നമ്മളോട് സംസാരിച്ചത്. സോ ഒരു കിടിലൻ എക്സ്പീരിയൻസ് ആയിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം. ഒരു ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിലുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ അതിൽ വർക്ക് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം EVM-ൻ്റെ പാർട്ടായിരിക്കും, അല്ലെങ്കിൽ EVM-ൽ ഒരു സ്റ്റാഫായിരിക്കും. ഞാൻ മുമ്പ് വേറെ ഡീലർഷിപ്പിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ EVM-ൻ്റെ പാർട്ടായിട്ട് വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് വളരെയധികം എക്സൈറ്റ്മെൻ്റ് ഉള്ളൊരു കാര്യമാണ്, ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ്. അങ്ങനെയാണ് MG-യിലൂടെ, മൊറീസ് ഗാരേജസിൻ്റെ MG-യിലൂടെയാണ് എനിക്ക് EVM-ൻ്റെ പാർട്ടാവാനുള്ള ഒരു ഭാഗ്യം ലഭിച്ചത്. സോ ഞാനിപ്പോൾ ഉള്ളത് MG-യിലാണ്. ഇവിടെ ഇപ്പോൾ ഒരു മെഗാ വാക്സിനേഷൻ ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അറൗണ്ട് 390 പീപ്പിൾസാണ് ഇന്ന് ഇവിടെ വാക്സിനേറ്റഡ് ആവുന്നത്. അങ്ങനെ കേരളത്തിലുള്ള എല്ലാ EVM ഡീലർഷിപ്പുകളിലും സ്ലോട്ട് വൈസ് എല്ലാ സ്റ്റാഫിനെയും, സാബു സാർ പറഞ്ഞ് നമ്മൾ കേട്ടതാണ്, എല്ലാ സ്റ്റാഫിനെയും വാക്സിനേഷൻ്റെ പരിധിയിൽ കൊണ്ടുവരാനായിട്ട് EVM-ൻ്റെ ഭാഗത്ത് ഇനീഷ്യേറ്റീവ് എടുക്കുന്നുണ്ട്. ഇപ്പം നമ്മളെല്ലാവരും രജിസ്റ്റർ ചെയ്തിട്ട് പോലും വാക്സിനേഷൻ കിട്ടാത്തൊരു സമയത്ത് ആസ് എ കമ്പനി, ആസ് എ എംപ്ലോയർ അവർ എടുത്തിരിക്കുന്ന ഒരു ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്നത് ശരിക്കും ആരും ചിന്തിക്കാത്ത, അല്ലെങ്കിൽ വളരെ റെയറായിട്ട് മാത്രം ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. സോ വളരെയധികം ഒരു ലക്കിയാണ് സാബു സാറായിട്ട് സംസാരിക്കാൻ സാധിച്ചതിൽ. ആ ഒരു മെസ്സേജ്, ഇങ്ങനെ തൊഴിലാളികളോട് കാണിക്കുന്ന ഒരു സ്നേഹം എത്രത്തോളം ഉണ്ടെന്ന് കാണിക്കേണ്ട ഒരു മെസ്സേജ് ഷെയർ ചെയ്യുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ EVM-ൽ നിന്നും നമ്മുടെ കോസ്റ്റ് ലൈൻ ഗരാജസിൽ നിന്നുള്ള നമ്മുടെ സ്റ്റാഫിനുള്ള ഫസ്റ്റ് ഡോസ് വാക്സിനേഷൻ കഴിഞ്ഞിട്ട് തിരിച്ചു പോവുകയാണ്. ഓക്കെ, നമസ്കാരം. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം, അതായത് വാക്സിനേഷൻ കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്. കാരണം 2 ദിവസം ചെറിയ പനിയും ബോഡി പെയിനൊക്കെ ഉണ്ടായിരുന്നു വാക്സിനേഷന് ശേഷം. ഇപ്പോൾ ഓക്കെയാണ്. അപ്പോൾ പറയാൻ വന്ന് വേറൊന്നുമല്ല. അപ്പോൾ ഇങ്ങനൊരു വാക്സിനേഷൻ ഞങ്ങളൊക്കെ രജിസ്റ്റർ ചെയ്തിട്ട് മാസത്തോളം കഴിഞ്ഞു. പക്ഷേ രജിസ്ട്രേഷൻ ചെയ്തിട്ടും നമുക്ക് വാക്സിനേഷൻ കിട്ടിയിരുന്നില്ല. പക്ഷേ നമ്മുടെ കമ്പനി ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് EVM-ഉം സുധീന്ദ്ര മെഡിക്കൽ മിഷൻ്റെയും നേതൃത്വത്തിൽ നമ്മൾ ഫസ്റ്റ് ഡോസ് വാക്സിനേഷൻ എടുത്തു. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് എഫേർട്ട് എടുത്ത നമ്മുടെ മാനേജ്മെൻറ്റിന്, പ്രത്യേകിച്ച് ചെയർമാൻ ജോണി സാറ്, നമ്മുടെ EVM-ൻ്റെ MD ആയിട്ടുള്ള സാബു സാറ്, കോസ്റ്റ് ലൈൻ ഗരാജസിൻ്റെ ഡയറക്ടർ ആയിട്ടുള്ള നമ്മുടെ ജിമ്മി സാറ്, എല്ലാവർക്കും, ഓൾ സ്റ്റാഫിന് വേണ്ടി, നമ്മുടെ EVM-ലെ എല്ലാ സ്റ്റാഫിനെയും റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് ഹൃദയത്തിൽ നിന്നും നന്ദി അറിയിക്കുന്നു.